ഹലോ ഗുഡ് മോർണിംഗ്. ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് നെറ്റ് സോഷ്യൽ വർക്കിന്റെ PYQ ഡിസ്കഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എന്തായാലും ഒരു ഫ്രഷ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ജൂൺ സൈക്കിളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോഫാർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയാ, നമുക്കറിയാം ഒരു ചോദ്യം നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ എങ്ങനെയാണ് ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു എക്സാക്ട് ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും എങ്ങനെയാണ് കുറച്ചും കൂടെ ഒക്കെ നമ്മളുടെ ആ ഒരു ഓപ്ഷൻസ് വെച്ചിട്ടും എലിമിനേഷൻ മെത്തേഡ് ഒക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ നോക്കി പോകുന്നുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങളോട് നോക്കാം. ഓക്കെ, ശരി. നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അണ്ടർ കലേക്കർ കമ്മീഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്രൈറ്റീരിയ ടു എൻലിസ്റ്റ് കമ്മ്യൂണിറ്റീസ് ആസ് OBC. അപ്പൊ നമുക്കറിയാം കലേക്കർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഈ പറയുന്ന പോലെ ബാക്ക്വേർഡ് കമ്മീഷൻ ഒക്കെ നമ്മൾ പറയുന്നത് ഇതിനെയാണ്, കാലേക്കർ കമ്മീഷനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കമ്മീഷൻ പ്രകാരം OBC കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ OBC എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ എൻലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്രൈറ്റീരിയയായി ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ നിങ്ങൾക്ക് കാലേക്കർ കമ്മീഷൻ എന്താണെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങൾ ഒരു യുക്തി വെച്ചൊന്ന് ചിന്തിക്കണം. ഒരു OBC കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് വെക്കാൻ സാധ്യത ഇല്ലാത്തത് എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം കിട്ടും. നോക്കിക്കേ, ലോ സോഷ്യൽ സ്റ്റാറ്റസ് വിച്ച് എ കമ്മ്യൂണിറ്റി ഒക്യുപ്പൈസ് ഇൻ ദ കാസ്റ്റ് ഹൈറാർക്കി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കാസ്റ്റ് ഹൈറാർക്കിയിൽ ഏറ്റവും താഴെ തട്ടിലാണുള്ളത്, വളരെ ലോ സ്റ്റാറ്റസ് ആണുള്ളത്, സോഷ്യൽ സ്റ്റാറ്റസ് അവർക്ക് വളരെ കുറവാണ്. അത് അവരെ OBC കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനാണോ ഉൾപ്പെടുത്താതിരിക്കാനാണോ ചാൻസ് കൂടുതൽ? കുറച്ചും കൂടി ഉൾപ്പെടുത്താനല്ലേ ചാൻസ് കൂടുതൽ? ഭയങ്കര ഹൈ എന്താ പറയാ സ്റ്റാറ്റസ് ആണ്, സോഷ്യൽ സ്റ്റാറ്റസ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളൊരു ഘട്ടത്തിലാണോ, അതോ സോഷ്യൽ സ്റ്റാറ്റസ് കുറവാണെന്നുള്ള ഘട്ടത്തിലായിരിക്കും OBCയിൽ ഉൾപ്പെടുത്താൻ ചാൻസ്? സ്വാഭാവികമായും സോഷ്യൽ സ്റ്റാറ്റസ് കുറവാണെന്നുള്ളൊരു ഘട്ടത്തിലാണ്. സോ ലോ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ചാൻസ് ഉള്ള സാധനമല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ നിങ്ങൾ, എന്നാൽ പോലും പോസിബിലിറ്റീസ് അത്. അപ്പൊ അത് അങ്ങനെ വെക്കാം. ലാക്ക് ഓഫ് ജനറൽ എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റ്, അവർക്കൊരു പൊതുവിദ്യാഭ്യാസം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പൊതുവിദ്യാഭ്യാസത്തിൽ അവർക്കൊരു ഉയർച്ച ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതായത് ഒരു കമ്മ്യൂണിറ്റി പെടുന്ന എല്ലാവർക്കും, അതല്ലെങ്കിൽ OBC അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾക്ക് ഒന്നും പൊതുവിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഉയർച്ച അവരിൽ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അവരെ OBCയിൽ ഉൾപ്പെടുത്താനാണോ ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ OBCയിൽ നിന്ന് പുറത്താക്കാനാണോ ചാൻസ് കൂടുതൽ? ഈ OBC എന്ന് പറയുന്നത് അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്നുള്ളതിന്റെ ഒരു ഇതാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. സ്വാഭാവികമായി അവരെ ഉൾപ്പെടുത്താനല്ലേ ചാൻസ് കൂടുതൽ. അതായത് എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഇല്ല. അപ്പൊ അവരെ OBC കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലല്ല, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഉൾപ്പെടുത്തിയാലേ അവർക്ക് കുറച്ചും കൂടി ബെറ്റർമെന്റ് ഉണ്ടാവുള്ളൂ. സോ അതിനും ചാൻസസ് ആർ ഹൈ അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഓക്കെ, ദർ ആർ ചാൻസസ്, നമുക്ക് ഉറപ്പായില്ല എപ്പോഴും. അടുത്ത ഓപ്ഷൻ എന്താ പറയുന്നത്? റെപ്രസെന്റേഷൻ ഇൻ പ്രൈവറ്റ് സെക്ടേഴ്സ്. അതായത് അവര് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു വ്യക്തി, നമ്മൾ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും? പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ചിലപ്പോൾ വേതനം കുറവായിരിക്കാം. കാരണം നമ്മൾ ഈ ഒരു കാലേക്കർ കമ്മീഷൻ, അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. OBC കമ്മീഷൻ, ഫസ്റ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു കമ്മീഷൻ ആണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായും ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കും കാലേക്കർ കമ്മീഷൻ ചിന്തിക്കുന്നത്. അപ്പൊ അന്ന് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു, അതായത് കുറച്ചും കൂടെ പ്രൈവറ്റ് സർവീസസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് അത്ര ഒരു എന്താ പറയാ പ്രൈവറ്റ്ലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതങ്ങനെ ഇപ്പോഴത്തെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഇതിൽ ചിന്തിക്കേണ്ട. എന്നാൽ പോലും ഇപ്പോഴും എങ്ങനെയാണ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്? ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ കുറച്ചും കൂടെ ലെസ് പ്രിവിലേജസ് ഉള്ളതാണ് അല്ലെ. എല്ലാ ജോലി അങ്ങനെയല്ല, എന്നാൽ പോലും. അപ്പൊ അത് ഉൾപ്പെടാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബാക്കി രണ്ടെണ്ണത്തിനേക്കാൾ കുറവ് ചാൻസ് ഉള്ള ഇതിനല്ലേ. അപ്പൊ നമ്മൾ അത് അങ്ങനെ മാറ്റി വെച്ചു, അത് ഈ സൈഡിൽ ഞാൻ മാറ്റി വെച്ചു. ഇനി അഡിക്വേറ്റ് റെപ്രസെന്റേഷന് ഇൻഅഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ട്രേഡിലും കൊമേഴ്സിലും ഇൻഡസ്ട്രിയിലും ഒന്നും എന്താണ് ഇവരുടെ റെപ്രസെന്റേഷൻ വരുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ റെപ്രസെന്റേഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്, മറ്റ് കമ്മ്യൂണിറ്റീസിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്കറിയാം, നമ്മൾ റിസർവേഷൻ ഏർപ്പെടുത്തുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? റെപ്രസെന്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ എന്തിനാണ് റിസർവേഷൻ ഏർപ്പെടുത്തുന്നത്? ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ, ഇറ്റ് ഈസ് ടു എൻഷുർ റെപ്രസെന്റേഷൻ അല്ലെ. ഇപ്പൊ റെപ്രസെന്റേഷൻ ഇല്ല എന്ന് പറയുന്നത് അവർക്ക് റിസർവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ OBC കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനുള്ള ചാൻസ് അല്ലേ കാണിക്കുക. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കുക, ഈ 4 ഓപ്ഷനിൽ ഏറ്റവും കുറവ് ചാൻസ് ഉള്ളത് ഏതിനാണ്? നിങ്ങളുടെ ആ ഒരു യുക്തി പ്രകാരമുള്ളത് സ്വാഭാവികമായും ഓപ്ഷൻ C ആണ്, റെപ്രസെന്റേഷൻ ഇൻ പ്രൈവറ്റ് സെക്ടേഴ്സ് എന്നുള്ളതാണ് അല്ലെ. അതിനാണ് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ആ ബാക്കി 3 ഓപ്ഷൻ വായിക്കുന്ന സമയത്ത് തോന്നുന്നത് അല്ലേ. അത് തന്നെയാണ് അതിന്റെ ഉത്തരം.
ക്ലിയർ ആണോ പറഞ്ഞിരിക്കുക? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാലേക്കർ കമ്മീഷൻ അറിയില്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വായിച്ചിട്ട് അതിന്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കുറെയൊക്കെ ഇരുന്ന് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് വളരെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നെറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു റിസ്ക് എടുക്കുക, ഇവിടെ റിസ്ക് വരുന്നില്ല നിങ്ങൾക്ക് അല്ലെ, അത് കുത്തിയത് കൊണ്ട് നെഗറ്റീവ് വരുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു മോസ്റ്റ് വയബിൾ ആണെന്ന് തോന്നുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ വെക്കുക, മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉത്തരം കൊടുത്ത് മാർക്ക് ഫോർ റിവ്യൂ എങ്കിലും വെക്കുക. കാരണം മാർക്ക് ഫോർ റിവ്യൂ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ആൻസർ നിങ്ങൾ പിന്നെ നോക്കിയില്ലെങ്കിലും അവരത് വാല്യുവേഷൻ കൺസിഡർ ചെയ്യും. സോ നമുക്ക് തെറ്റിയാലും അവിടെ നഷ്ടമൊന്നും വരാനില്ല, പക്ഷെ ശരിയായാൽ നമുക്കതിൽ ലാഭമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചോദ്യം വായിച്ചിട്ട് അപ്പം മനസ്സിലായില്ല, പിന്നെ വന്ന് നോക്കാനുള്ള സമയം ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. ഓക്കെ, ഓൾറെഡി ടൈം മാനേജ്മെന്റ് ഉള്ളവർക്ക് ആ ഒരു പിന്നെ ഒന്ന് നോക്കുക എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യം അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങൾക്ക് തോന്നുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ മാർക്ക് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് ഞാനിത് പറയുന്നത്. നാളെ എങ്ങാനും ഈ നെറ്റിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഓക്കെ, ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ ജസ്റ്റ് കാലിക്ക കമ്മീഷന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി നിങ്ങൾ ഓർത്ത് വെക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. 1953 കാലിക്ക കമ്മീഷൻ വരുന്നത്. ആർട്ടിക്കിൾ 314 അണ്ടറിലാണ് ഈ ഒരു സംഭവം വരുന്നത്. കാക്ക കാലേക്കർ ആയിരുന്നു എന്തുണ്ടായിരുന്നത്, ഇതിന്റെ ചെയർമാൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കമ്മീഷൻ അങ്ങനെ പറയുന്നത്. പിന്നെന്താ, അവർ 1955 എന്ത് ചെയ്യുന്നത്, ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നീട് ഒരു 5-6 വർഷത്തോളം ഇതിന്റെ ഒരു ഡിസ്കഷൻ ഒക്കെ നടന്നെങ്കിലും പിന്നീട് 1961 ഈ ഒരു റിപ്പോർട്ട് തള്ളിക്കളയുന്നുണ്ട്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെ എല്ലാം ഫുള്ളി കാസ്റ്റ് ബേസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്രിറ്റിസിസംസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു 1961 ഈ ഒരു റിപ്പോർട്ടിന്റെ സജഷൻസ് എല്ലാം ഇതാക്കുന്നുണ്ട്. 55 റിപ്പോർട്ട് വെച്ചതെന്ന് ഓർക്കുക. 1953 കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അന്ന് അവർ കൊടുത്ത കുറച്ച് ക്രൈറ്റീരിയാസ് ആണ്. ഒരു ബാക്ക്വേർഡ്നെസ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് താഴെ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് കൺസിഡർ ചെയ്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, ലോ സോഷ്യൽ പൊസിഷൻ ഇൻ കാസ്റ്റ് ഹൈറാർക്കി, നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നു. ലാക്ക് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് ഉണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നു. ഇൻഅഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഗവൺമെന്റ് സർവീസ് ആണ്, ഗവൺമെന്റ് സർവീസിൽ റെപ്രസെന്റേഷൻ ഇല്ല എന്നുള്ളത് ഒബിസി കാറ്റഗറി അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡ് ക്ലാസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ വളരെയധികം പങ്കുണ്ട് കേട്ടോ. ഇൻഅഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇൻ ദ ഫീൽഡ്സ് ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഈ 4 സജഷൻസ് ആണ് അവർ മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കണം ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് അതിന്റെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പോലെ നിങ്ങൾക്ക് തന്നാണ്. ഇനി ആ ഒരു ചോദ്യം വരാനും വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി ഇനി ഇത് എക്സാക്ട്ലി ഈ ചോദ്യം അല്ല ചോദിക്കുക, കാലിക്കർ എന്താണ് പറഞ്ഞതെന്നല്ല ആയിരിക്കില്ല ചോദിക്കുക. മേ ബി അതിന്റെ ഇയർ ചോദിക്കാൻ നിങ്ങൾക്ക് ഇനിയും ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് വർഷമാണ് അത് റിപ്പോർട്ട് വെച്ചതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഒരു മണ്ഡൽ കമ്മീഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ പറ്റുമെങ്കിൽ ഇതിന്റെ കൂടെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ ഒരു മണ്ഡൽ കമ്മീഷൻ ബേസിക് ആയിട്ടുള്ള സംഭവം വെച്ചാൽ മതി. കാരണം നമ്മൾ ആ ഒരു കമ്മീഷനിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്ന് നോക്കണം എന്നൊന്നും അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. സോ കമ്മീഷൻ എന്താണ് പ്രൊപ്പോസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ശരി. അടുത്ത് നോക്കിയാൽ വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് കമ്മിറ്റീസ് ഡസ് നോട്ട് മാച്ച് വിത്ത് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. നമ്മൾ 4 കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ആ 4 കമ്മീഷനിൽ ഇതിൽ ആക്ച്വലി 2 കമ്മീഷൻ ശരിയാണ്, 2 കമ്മീഷൻ തെറ്റാണ്. നിങ്ങൾക്ക് അത് അടുത്ത ഓപ്ഷൻ, അതായത് നമുക്കറിയാലോ ഏതൊക്കെയാ തെറ്റ് എന്നുള്ളത് അടുത്ത സ്ലൈഡിലാണ് കിടക്കുന്നത്. ആ ഒരു എ ആൻഡ് ബി, ബി ആൻഡ് സി, അങ്ങനെ ഒരു ഓപ്ഷൻ പേരുണ്ടല്ലോ, അത് അടുത്ത സ്ലൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത് 2 ഓപ്ഷൻ ശരിയാണ്, 2 തെറ്റാണ്. അത് ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കേ. ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം വിച്ച് ഓഫ് ദീസ് കമ്മിറ്റീസ് ഡസ് നോട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. നോട്ട് എന്നുള്ള സാധനം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റി. കറക്റ്റ് ആയിട്ട് മാച്ച് ആവാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതല്ല ചോദിച്ചിരിക്കുന്നത്, തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുക്കുന്നത്. ഓക്കെ, കിട്ടുന്നുണ്ടോ നോക്കിയേ. 2 തെറ്റാണ്. ഇതിൽ തെറ്റ് വരുന്നത് ആക്ച്വലി JVP കമ്മിറ്റിയും പിന്നെ അതേപോലെ തന്നെ രംഗരാജൻ കമ്മീഷനും. ഇത് 2 തെറ്റാണ്. ബാക്കി 2 കമ്മീഷൻ, ബാക്കി 2 ശരിയാണ്. ഓക്കെ, ടെണ്ടുൽക്കർ കമ്മിറ്റി യൂണിഫോം പോവർട്ടി ലൈൻ ബാസ്കറ്റ് ആണ് പറഞ്ഞത്. ദാർ കമ്മീഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1948 തോന്നുന്നത് ദാർ കമ്മീഷൻ വരുന്നത്. ബേസിക്കലി അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്റ്റേറ്റിന്റെ നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്റ്റേറ്റുകളെ തിരിക്കുക എന്നുള്ളൊരു മെയിൻ പണി ഉണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് നമുക്ക് ഉണ്ടായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ രൂപം കൊള്ളേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ദാർ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ദാർ കമ്മീഷൻ 1948 തന്നെയാണ്. അപ്പോ ദാർ കമ്മീഷൻ പറഞ്ഞൊരു ഇതായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ ലാംഗ്വേജിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാർ കമ്മീഷൻ എന്ന് പറയുന്നത്. വി ഷുഡ് ഫോക്കസ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് റാദർ ദാൻ ഡിവൈഡിങ് ദ ഡിസ്ട്രിക്ട് ബേസ്ഡ് ഓൺ ലാംഗ്വേജ്.
അതായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്ന് അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് JVP കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. JVP കമ്മിറ്റിയും ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും ഇത് തന്നെ പറഞ്ഞ ലാംഗ്വേജിന്റെ ബേസിസിൽ തിരിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം തന്നെയായിരുന്നു JVP കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അവര് ഹെൽത്ത് റിവ്യൂ അല്ല, അതുകൊണ്ടാണ് ആ ഓപ്ഷൻ ഇവിടെ തെറ്റി. അവർ ഹെൽത്ത് റിവ്യൂവിനല്ല ഫോക്കസ് ചെയ്ത് JVP കമ്മീഷനും ഇത് പറയുന്ന പോലെ സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ആ ഒരു എന്താ പറയാ, സ്റ്റേറ്റിനെ എങ്ങനെ തിരിക്കണം, സംസ്ഥാന രൂപീകരണവുമായി കണക്ട് ചെയ്തിട്ടാണ് അത് പറയുന്നുണ്ടായിരുന്നത്. ഓക്കെ, ആരൊക്കെയായിരുന്നു? ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, പിന്നെ പട്ടേൽ ഉണ്ടായിരുന്നു, പട്ടാഭി സീതാരാമയ്യ, ഇവര് 3 പേരുമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ആ ഒരു കമ്മീഷനിൽ. അതാണ് JVP എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ഡീപ്പായിട്ടൊന്നും ചോദിക്കില്ല, എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി പറഞ്ഞ. രംഗരാജൻ കമ്മീഷൻ, ആക്ച്വലി രംഗരാജൻ കമ്മീഷൻ രണ്ടെണ്ണമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും എക്സ്പ്ലനേഷൻ നോക്കും. 2001 കാലഘട്ടത്തിലും പിന്നെ ഒരു 2012 ആ ഒരു സമയത്തായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ബേസിക്കലി എന്തിനായിരുന്നു അവർ ടാർഗറ്റ് ഉണ്ടായിരുന്നത്? 2001 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന രംഗരാജൻ കമ്മീഷൻ എനിക്ക് തോന്നുന്നു അവരുടെ ബേസിസിലാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ NSO ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ NSOന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒക്കെ സജഷൻസും റെക്കമെൻഡേഷനും ഒക്കെ ആ ഒരു സമയത്ത് വന്ന രംഗരാജൻ കമ്മീഷൻ ആയിരുന്നു. പിന്നീട് വന്നതിലായിരുന്നു കുറച്ചും കൂടെ പോവർട്ടി ലൈനിന്റെ ഒരു റിവിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് രണ്ടും തെറ്റാണ്. ടെൻഡുൽക്കർ കമ്മിറ്റിയും ധാർ കമ്മീഷനും ശരിയാണ്. JVP കമ്മിറ്റി ഈ പറയുന്ന പോലെ സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലാംഗ്വേജ് വെച്ചിട്ട് ലാംഗ്വേജിന്റെ ബേസിസിൽ സംസ്ഥാനങ്ങൾ പുനരൂപീകരണം നടത്തരുത് എന്ന് പറഞ്ഞാണ്. രംഗരാജൻ കമ്മീഷൻ കുറച്ചും കൂടെ അക്കാഡമിക് റിഫോംസ് അല്ല, അവർ കുറച്ചും കൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു രംഗരാജൻ. എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് രംഗരാജൻ കമ്മീഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടെ അക്കാഡമിക് എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഒരു സ്പെസിഫിക് ആയി പറയാതെ അക്കാഡമിക് എന്നുള്ളൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. രംഗരാജൻ കമ്മീഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള രംഗരാജൻ അവിടെയാണ് വരുന്നത്, ആ ഒരു ഏരിയ ആണെന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഓപ്ഷൻ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി, നോക്കിക്കേ ഇതിലപ്പോ ഏതൊക്കെയായിരുന്നു തെറ്റായ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്? ബിയും തെറ്റായിരുന്നു, ഡിയും തെറ്റായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ് അല്ലെ? അല്ല, ഏതൊക്കെയായിരുന്നു തെറ്റെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ബി ആൻഡ് ഡി ആണ് റോങ് ആൻസേഴ്സ് വരുന്നത്. എയും സിയും ശരിയായിരുന്നു. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, രംഗരാജൻ കമ്മീഷൻ ടു റെക്കമെൻഡ് എ സ്ട്രാറ്റജി ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഷെയർ ഇൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറഞ്ഞു. 2001 വന്നിട്ടുണ്ട്, 2011-12 കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. 2001 NSOനെ റെക്കമെൻഡ് ചെയ്യുന്നൊക്കെ. 2011-12 കാലഘട്ടത്തിലാണ് പോവർട്ടി ലൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സജഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അതാണ് രംഗരാജൻ കമ്മീഷനിൽ പറഞ്ഞത്. JVP കമ്മിറ്റി, ധാർ കമ്മീഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. ധാർ നമ്മൾ നേരത്തെ പറഞ്ഞ ധാർ കമ്മിറ്റി വരുന്നുണ്ട്, പിന്നെ JVP കമ്മിറ്റി വരുന്നുണ്ട്. ഫസൽ അലി കമ്മീഷനും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. 1950-51 ആ ഒരു സമയത്തൊക്കെ വരുന്നതാണ്. ഫസൽ അലി കമ്മീഷനും കൂടെ വരുന്നുണ്ട്. ഫസൽ അലി കമ്മീഷനും ഈ പറയുന്ന പോലെ സംസ്ഥാനങ്ങളെ എങ്ങനെ പുനരൂപീകരിക്കണം, സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആരും പറഞ്ഞിട്ടുള്ളത്, ഫസൽ അലി കമ്മീഷനും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ധാറും JVPയും ഫസൽ അലി കമ്മീഷനും നിങ്ങൾ ഒരേ സിംഗിൾ ഓർത്ത് വെക്കാം. ഓക്കെ, ശരി, അടുത്ത് നോക്കിയേ. ഏറ്റവും സിമ്പിൾ ചോദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ സോഷ്യൽ വർക്കിന്റെ ടു ദ കോർ ബേസ് ലെവലിൽ വരുന്ന ഒരു ചോദ്യമാണ് വരുന്നത്. സോഷ്യൽ വർക്കിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയുന്നവർക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. നോക്കിക്കേ, ഡാഷ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ certain ഹ്യൂമൻ വെൽഫെയർ ഏജൻസീസ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ്. അതാണ് നമ്മുടെ കീവേഡ് അവിടെ. ഹെൽപ്പ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കോപ്പ് മോർ എഫക്റ്റീവ്ലി വിത്ത് ദയർ പ്രോബ്ലംസ് ഇൻ സോഷ്യൽ ഫംഗ്ഷനിങ്. ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്, കാരണം സോഷ്യൽ വർക്കിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കേ, സോഷ്യൽ വർക്കിന്റെ 4 മെത്തേഡ്സിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ കേസ് വർക്ക്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, സോഷ്യൽ ആക്ഷൻ. എളുപ്പമുള്ള ചോദ്യമല്ലേ? ഏതാവാനാ ചാൻസ്? ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുന്നു, വ്യക്തികളെ ഹെൽപ്പ് ചെയ്യുന്നു, അവരുടെ സോഷ്യൽ ഫംഗ്ഷനിങ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യക്തികളെ ഫോക്കസ് ചെയ്യുന്ന 1-on-1 വരുന്നത് ഏതിലാന്ന് നമുക്ക് അറിയണതാണ്. ഏതിലാ വരുന്നത്? സോഷ്യൽ കേസ് വർക്ക് അല്ലേ അത്? അതെ, സോഷ്യൽ കേസ് വർക്കിലാണ് വ്യക്തികളെ ഫോക്കസ് ചെയ്യുന്നത്. 1-on-1 ഇൻഡിവിജ്വൽസിനെ ഫോക്കസ് ചെയ്യുന്നു, പ്രോബ്ലംസ് സോഷ്യൽ ഫംഗ്ഷൻ മെച്ചപ്പെടുത്തുന്നു. സോഷ്യൽ കേസ് വർക്കാണ് വരുന്നത് അല്ലേ? സെറ്റ് അല്ലേ? അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ അതിനെ ആക്ച്വലി NTA നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ? നമ്മൾ ചിന്തിക്കുന്ന പോലെ NTA ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ളൊരു മൈൻഡും കൂടെ ഉള്ളതായിരിക്കും അല്ലെ? നമുക്ക് കമ്പാരിറ്റീവ് നിങ്ങൾക്ക് അറിയുന്നല്ലേ, എല്ലാ എക്സാമിനും ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കണം, മോഡറേറ്റ് ആയിരിക്കണം, ഹാർഡ് ലെവലിലുള്ള എത്ര ചോദ്യം പാടുള്ളൂ, എല്ലാ ചോദ്യം ഹാർഡ് ഇടുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഒന്നുമില്ല. സോ ദീസ് ആർ വൺ അമംഗ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി, അടുത്ത് നോക്കിക്കേ. അറേഞ്ച് ദ സ്കീം സ്റ്റാർട്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇൻ ഓർഡർ ഓഫ് ദെയർ ലോഞ്ച്. അവരുടെ ബേസിസിൽ പറയാനാണ് ഏതാണ് ആദ്യം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, കിട്ടുന്നുണ്ടോ നോക്കിക്കേ. സ്വതർഗൾ സ്കീം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്ന സാധനം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആയിരിക്കും. അതിന്റെ വർഷം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, അതും നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. മഹിളാ ശക്തി കേന്ദ്ര. ഓക്കെ,
4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇതിൽ ആക്ച്വലി ഇതിന്റെ കറക്റ്റ് ഓർഡർ വരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ABDC എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. സ്വതർഗ്രഹ യോജന കുറച്ചും കൂടി 2001-2 കാലഘട്ടത്തിലാണ് വരുന്നത്. ബേട്ടി ബച്ചാവോ 2015 നമുക്കറിയാം. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ICDSന്റെ വർഷം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോന്റെ വർഷം. അപ്പൊ ഇത്തരം സ്കീംസ് ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. ICDS 1975 ആണ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ 2015 ആണ് വരുന്നത്. അതേപോലെ കുറച്ച് സ്കീംസ് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് ചോദിക്കുന്നതാണ്, എല്ലാ വർഷവും റിപ്പീറ്റ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ചോദിക്കാത്ത ഒരു വർഷം ഉണ്ടാവില്ല, എന്തെങ്കിലും അതുമായിട്ട് കണക്റ്റഡ് ആയി ചോദിക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വർഷങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും മറക്കാതിരിക്കുക. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ 2015 ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു 2 സാധനം കിട്ടിയപ്പോൾ തന്നെ AB എന്നുള്ള ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയല്ലോ. 2000 B എന്ന് പറയുന്നത് 2015 ആണ്. സോ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന 2017 ആണ് വരുന്നത്. മഹിളാ ശക്തി കേന്ദ്രം ആക്ച്വലി 17 തന്നെയാണ്. സിയും ഡിയും ഓൾമോസ്റ്റ് ഒരേ ഇയറിൽ തന്നെയാണ് വരുന്നത്. ചില മന്ത്ലി ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ അത് നിങ്ങളുടെ ആൻസറിനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കില്ല. കാരണം അങ്ങനെ 2 കൺഫ്യൂസിങ് ഓപ്ഷൻസ് വരുന്നില്ല. നിങ്ങൾ നോക്കിക്കോ, ഒന്നെങ്കിൽ ABDC ആവാനേ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ ABCD. ഈ ഒരു 2 ഓപ്ഷനേ ചാൻസ് ഉള്ളൂ അല്ലെ. എന്റെ ഓപ്ഷൻസ് നോക്കിക്കേ നിങ്ങൾ. നിങ്ങൾക്ക് AB എന്നുള്ളൊരു സാധനം കിട്ടിയാൽ തന്നെ ഈ ഒരൊറ്റ ഓപ്ഷനിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അതിൽ ഡൗട്ട് വരുന്നതായിട്ടുള്ള ഒരു സംഭവം വരുന്നില്ല. ആദ്യം സ്വതന്ത്ര യോജന വന്നു, അത് കഴിഞ്ഞിട്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വന്നു, പിന്നെ മാതൃവന്ദന യോജന മാതൃവന്ദന യോജന ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നോക്കിക്കേ, ഇത് രണ്ടും ഞാൻ പറഞ്ഞതുകൊണ്ടാണ് 2017 ആ 2 സ്കീംസും വന്നിട്ടുള്ളത്. സ്വതന്ത്ര യോജന വരുന്നുണ്ട്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വരുന്നുണ്ട്, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. കണ്ടോ, രണ്ടും 2017 തന്നെ വരുന്നത്. പക്ഷെ നമുക്ക് എന്താണ് അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് അവർ ചോദിച്ചിട്ടില്ല. ഓക്കെ, സോ അത് ഭയങ്കര എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, അത്ര ബുദ്ധിമുട്ടില്ല. ഒരു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ 2015 ആണെന്നും സ്വതന്ത്ര യോജനയും കൂടെ കിട്ടുകയായിരുന്നെങ്കിൽ, ആ 2 കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതും കിട്ടുമായിരുന്നു. കാരണം അത്ര കൺഫ്യൂസിങ് ഓപ്ഷൻസ് അല്ല കൊടുത്തിരുന്നത്. ആക്ച്വലി സേവ് ചെയ്തൊരു ചോദ്യമാണത്. NTA നിങ്ങളെ കൺഫ്യൂസ് ആക്കണം എന്നുള്ള രീതി ചോദിച്ചിട്ടില്ല. കിട്ടുമെങ്കിൽ ആദ്യത്തെ 2 കിട്ടുന്നവരെന്തായാലും എഴുതിക്കോട്ടെ എന്നുള്ളൊരു തന്നെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്കീംസ് ഉണ്ട്. ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, അതേപോലെ മാതൃവന്ദന യോജന വരുന്നുണ്ട്. അതേപോലെ പോക്സോ ആക്ടിന്റെ വർഷം ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, പിന്നെ ഈ പറയുന്ന പോലെ ICDSന്റെ വർഷം ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കീംസ് ഉണ്ടെന്ന് നമുക്കറിയാലോ. പിന്നെ ജൻധൻ യോജന വരുന്നുണ്ട്, ഈ അവരുടെ സേവിങ്സ് ഹാബിറ്റ് കൂട്ടാനൊക്കെ വേണ്ടി. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്കീംസ് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്നല്ലോ, പേര് നിങ്ങൾ ആരും കേൾക്കാത്ത സ്കീം ഇരുന്ന് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് സ്കീംസ് ഉണ്ട്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്കീംസ്. അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാനും പാടില്ല. അതിന്റെ ഇയറോ അല്ലെങ്കിൽ എന്തെങ്കിലും അതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട് ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. സ്കീംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും വരുന്നതാണ്. അതിന്റെ വർഷമോ അതല്ലെങ്കിൽ എവിടെ ഇംപ്ലിമെന്റ് ചെയ്തെന്നൊക്കെ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ന പദ്ധതി ഏത് സ്ഥലത്താണ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ശരി, വളരെ എളുപ്പമുള്ള ചോദ്യം. വായിച്ചു നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കോമ്പണൻസ് ഓഫ് സോഷ്യൽ പോളിസി. സോഷ്യൽ പോളിസി എന്നുള്ള ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ തന്നെ ഇതിന്റെ ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ ഇതിൽ ഓഡ് വൺ ഔട്ട് എടുക്കാൻ നോക്കിയാൽ പോലും ഉത്തരം നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഫൈൻഡ് ദ ഓഡ് വൺ എന്നുള്ള ഒരു സ്കീം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. സോഷ്യൽ വർക്കുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഇതിന്ന് പുറത്തു പോകുന്ന ഉത്തരം. നോക്കിക്കേ, ഹ്യൂമൻ സെക്യൂരിറ്റി, സോഷ്യൽ ഇന്റഗ്രേഷൻ, മോണിറ്ററി ഗെയിൻ, സെക്യൂർ ആൻഡ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ്. ഇതിൽ ഏതാണ് സോഷ്യൽ പോളിസീസിന്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ സോഷ്യൽ പോളിസി അല്ലെങ്കിൽ സാമൂഹ്യ നയം, അതിന്റെ ഇതായിട്ട് വരുന്നത് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സോഷ്യൽ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാവുക? ഹ്യൂമൻ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യില്ലേ? ചെയ്യും. സോഷ്യൽ ഇന്റഗ്രേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ സാമൂഹ്യ നയങ്ങൾ കൊണ്ടുവരില്ലേ? കൊണ്ടുവരും. മോണിറ്ററി ഗെയിൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൈസ വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സാമ്പത്തികമായ ഒരു ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടി. ഗെയിൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താ കുറച്ചും കൂടെ ഒരു ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ പോളിസി കൊണ്ടുവരുമോ? അവർ കൊണ്ടുവരില്ല എന്നുള്ള യുക്തിയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. മോണിറ്ററി ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നില്ല. സെക്യൂർ ആൻഡ് സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡിന് വേണ്ടി കൊണ്ടുവരില്ലേ? കൊണ്ടുവരും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? വ്യക്തികളുടെ ജീവിത നിലവാരം ഉയരണം, അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അവരുടെ ഒരു സാമൂഹികമായ ഇന്റഗ്രേഷൻ കൊണ്ടുവരണം. ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ സോഷ്യൽ പോളിസീസ് നടപ്പിലാക്കുന്നത്. ആരെങ്കിലും ഒരു മോണിറ്ററി ഗെയിനിന് വേണ്ടിയിട്ട് സോഷ്യൽ പോളിസി ചെയ്യോ? ഇല്ലല്ലോ. അത് കുറച്ചും കൂടി ബിസിനസ് അല്ലേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള. ആ ഒരു യുക്തിയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും തെറ്റുത്തരം വരിക മോണിറ്ററി ഗെയിൻ. മോണിറ്ററി ഗെയിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സോഷ്യൽ പോളിസീസ് അല്ല ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? സോ ABD ഇത് മൂന്നും എന്തിന്റെ കോമ്പണന്റ് ആണ്? സോഷ്യൽ പോളിസിയുടെ കോമ്പണന്റ് ആണ്.
ഏത് ആൻസർ വരുന്നത് അപ്പോ ABD. ഇതല്ലേ അതിന്റെ ആൻസർ, ഇതാണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ ആ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ലോജിക്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് ഈ സോഷ്യൽ പോളിസി എനിക്ക് അറിയില്ലല്ലോ, ആ ഒരു സ്കീം ഞാൻ പഠിച്ചു, ചിലപ്പോൾ നിങ്ങൾ പഠിച്ചതായിരിക്കില്ല, പക്ഷെ നമ്മളുടെ ആ ഒരു കോമൺ സെൻസിലൂടെ തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു ചോദ്യം വായിച്ച് ഹെഡിങ് മാത്രം വായിച്ച് നിങ്ങൾ ഓപ്ഷൻസിലേക്ക് പോവാതിരിക്കരുത്. ജസ്റ്റ് ആ ഒരു സ്കീം അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ യുക്തി ചിന്തിക്കുക. സോഷ്യൽ പോളിസി സാമൂഹ്യ നയമാണ്, അതിന്റെ ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, മോണിറ്ററി ഗെയിൻ ഒരിക്കലും അതിൽ വരില്ല. സോഷ്യൽ വർക്കിന്റെ എന്ത് ഓപ്ഷനിൽ മോണിറ്ററി ഗെയിൻ കണ്ടാലും നിങ്ങൾക്ക് ഒന്ന് റീതിങ്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ്, ഇത് സോഷ്യൽ വർക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ശരി. അപ്പൊ അതാണ് എന്റെ ആൻസർ ABD കേട്ടോ. അടുത്ത് നോക്കിയാൽ അറേഞ്ച് ദ ഫോളോയിങ് ഫേസസ് ഓഫ് സോഷ്യൽ പോളിസി പ്രപ്പോസ്ഡ് ബൈ ESCWA ഇൻ ദയർ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ആണോ അസെൻഡിങ് ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ഏത് ഓർഡറാ ചോദിച്ചിരിക്കുക എന്നുള്ളത്. അസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ്, അല്ലെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് നമ്മൾ പറയില്ലേ, ആദ്യം നടക്കുന്ന ആദ്യം എഴുതി പോകുന്നതാണ് അസെൻഡിങ്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, അവസാനത്ത് നിന്ന് ആദ്യത്തിലേക്ക് എഴുതുന്നത് അല്ലെങ്കിൽ വലുതുന്ന ചെറുതിലേക്ക് എഴുതുന്നതാണ് ഡിസെൻഡിങ്. നിങ്ങൾക്ക് അറിയുന്നല്ലേ, അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ തെറ്റിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, ESCWA നെ കുറിച്ചിട്ട് ചിലപ്പോൾ ആർക്കും അറിയണമെന്നില്ല. ഇപ്പോ നമുക്ക് ആ ഒരു ESCWA എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് എന്ത് നടന്നു എന്നുള്ള ഒന്നും, എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ പ്രൊപ്പോസൽസ് വരുന്നുണ്ടാവും, ഫേസ്ബുക്ക് ഒക്കെ വരുന്നുണ്ടാവും, എല്ലാം നമുക്ക് പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എല്ലാ സ്കീമിന്റെയും ഓരോ സ്റ്റെപ്പായി പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെയും അവർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ആ ഒരു കോമൺ സെൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കി. എന്തായാലും സോഷ്യൽ പോളിസിയാണ്, സാമൂഹ്യ നയമാണ്, അതിന്റെ സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിന് ഒരു ഓർഡർ ഉണ്ടായിരിക്കില്ലേ? നമ്മൾ സാധാരണ ഒരു സാമൂഹ്യ നയം അല്ലെങ്കിൽ സോഷ്യൽ പോളിസി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് കഴിഞ്ഞിട്ടാവും എന്ത് ചെയ്യാന്നുള്ള നമ്മളുടെ ഒരു യുക്തിയില്ലേ, ആ യുക്തിയാണ് ഇതിന്റെ ആൻസർ. നിങ്ങളൊന്ന് നോക്കി ഓപ്ഷൻസ് വായിച്ചിരിക്കുക. പ്ലേസിംഗ് ഇഷ്യൂസ് ഓൺ പബ്ലിക് അജണ്ട, പബ്ലിക് അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം പ്രസ്തുത അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇഷ്യൂ ഉണ്ടാവും, ആ ഇഷ്യൂ നമ്മൾ പ്ലേസ് ചെയ്യുന്നു പബ്ലിക് അജണ്ട ഇതാക്കാൻ വേണ്ടിയിട്ട്. ഡിഫൈനിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് ഇഷ്യൂസിനെ ഡിഫൈൻ ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ്, ഐഡന്റിഫൈങ് പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ ഡിസെൻഡിങ് ബാക്ക് നിന്ന് ഫ്രണ്ടിലോട്ട് ചിന്തിക്കൽ എളുപ്പമല്ല, നമുക്ക് എപ്പോഴും ഫ്രണ്ട് ടു എന്താ പറയാ ആദ്യത്തെ നിന്ന് അവസാനത്തേക്ക് ചിന്തിക്കാനാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പം. നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചോ, കുഴപ്പമില്ല. ഏറ്റവും ആദ്യം നമ്മൾ ഇതിൽ എന്ത് ചെയ്യാനാ ചാൻസ് അല്ലേ? പ്രോബ്ലം മനസ്സിലായാലേ നമുക്ക് ബാക്കി എന്തും ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവണ്ടേ? പ്രശ്നം മനസ്സിലായാലേ ഇഷ്യൂവിനെ പ്രയോറിറ്റൈസ് ചെയ്യലും ആൾട്ടർനേറ്റീവ് അപ്രോച്ച് കൊടുക്കലും പബ്ലിക് അജണ്ടയിൽ ഇടുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണ്ടോ. അപ്പൊ ഏറ്റവും ആദ്യം എന്തായിരിക്കും വരിക? D ആയിരിക്കും ഏറ്റവും ആദ്യം വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് ആദ്യം എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, D. ഓക്കെ, D ആണ് ആദ്യം ഉള്ളത്. അടുത്ത നോക്കിയാൽ പ്ലേസിംഗ് ഇഷ്യൂസ് ഫോർ പബ്ലിക് അജണ്ട. നിങ്ങൾ ഒരു പ്രസ്തുത വിഷയം മനസ്സിലാക്കി, ആ വിഷയം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് പബ്ലിക് അജണ്ടയിൽ വെക്കണ്ടേ? അജണ്ടയിൽ വെച്ചിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? അതെന്താണ് ആ വിഷയം എന്നുള്ളത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാനും അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നോക്കുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പൊ നമ്മൾ നോക്കിക്കേ, എന്തായിരിക്കും അടുത്തത് ചെയ്യുന്നുണ്ടായിരിക്കുക? നമ്മൾ അതിനെ പൊതു അജണ്ട അല്ലെങ്കിൽ ഒരു പബ്ലിക് അജണ്ട, നിങ്ങൾക്ക് ആ ഒരു സാധനം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റ് അറിയുന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം പ്രശ്നം മനസ്സിലാക്കിയിട്ട് ആ ഇഷ്യൂനെ എന്ത് ചെയ്യുന്നു? പബ്ലിക് അജണ്ടയ്ക്ക് വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ് നോക്കുന്നു. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ചൂസിങ് ദ ബെസ്റ്റ് ഫ്രം ആൾട്ടർനേറ്റീവ്സ്. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് അല്ലെ. കുറെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ആ ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് പിക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ്. എന്തൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള അപ്രോച്ചസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫൈനിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് ഇഷ്യൂ. ഏതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇഷ്യൂസ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഇഷ്യൂ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഈ ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും ആദ്യം പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, അത് നമ്മൾ പബ്ലിക് അജണ്ടയ്ക്ക് വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ആൾട്ടർനേറ്റീവ് അപ്രോച്ചസിനെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അതിന് എന്ത് ചെയ്യുന്നു? പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഒരു ഇഷ്യൂ എടുക്കുന്നു. ഈ ഒരു സാധനം നിങ്ങൾക്ക് സെറ്റ് ആണോ? അപ്പൊ എങ്ങനെയാണ് ഓപ്ഷൻ പറഞ്ഞത്? DACB അങ്ങനെയല്ലേ വന്നത്? DACB. അപ്പൊ ഇതിന്റെ റിവേഴ്സ് ഗിയർ എങ്ങനെയായിരിക്കും? കാരണം ഡിസെൻഡിങ് ഓർഡർ ചോദിച്ചിരിക്കുന്നത്. DACB കിട്ടിയോണ്ട് കാര്യമില്ല. റിവേഴ്സ് ഗിയർ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? DACBന്റെ റിവേഴ്സ് ഗിയർ ആയിരിക്കും BCAD എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാലോ? നോക്കിക്കേ, നേരെ ആൻസറിലേക്ക് വന്നു. BCAD, അതാണ് അതിന്റെ ആൻസർ പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? BCAD ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ഇത് ചിന്തിക്കണം, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ള ഒരു സംഭവം. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾക്ക് ആ ഒരു ECSWA എന്നൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇത്, ആ സ്ഥാനത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലില്ലോ. പക്ഷെ അത് കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻസറിൽ എത്താൻ വേണ്ടി പറ്റും. ആ ഒരു സ്റ്റെപ്പിന്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സീക്വൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഒന്ന് കഴിഞ്ഞിട്ട് ഏതാ വരാനാ ചാൻസ് ഉള്ളത് നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഉത്തരത്തിൽ എത്താൻ വേണ്ടി പറ്റും. ഇനി Bയിൽ തുടങ്ങുന്നതായിട്ടുള്ള 2 ഓപ്ഷനേ വരുന്നുള്ളൂ. സോ കുറച്ചും കൂടെ സുഖമാണ്. നമ്മളൊക്കെ ബാക്കി 2 എലിമിനേറ്റ് ചെയ്യാം. ആദ്യം പ്രശ്നം മനസ്സിലാക്കിയാലേ നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പ്രശ്നം മനസ്സിലാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ 2 ഓപ്ഷനിലേക്ക് നിങ്ങൾ ചുരുങ്ങിപ്പോകും. ഓക്കെ,
ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ശരി. ESCWA ഇതാണ് കൊടുത്തിരിക്കുന്നത്, എക്കണോമിക് ആൻഡ് സോഷ്യൽ വെൽഫെയർ കമ്മീഷൻ ഫോർ വെസ്റ്റേൺ ഏഷ്യ. കേൾക്കാൻ നമ്മളെല്ലാവരും ആരും ഇപ്പൊ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാനുള്ള ചാൻസസ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെന്നോ ഒന്നും നമുക്ക് അറിയണമെന്നില്ല, അവർ റിപ്പോർട്ട് വെക്കുന്നൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ ആ ഒരു ഫേസസ് നോക്കിക്കാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ പ്രശ്നം മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക് അജണ്ടയ്ക്ക് വേണ്ടി വെക്കുന്നു, ഗോൾസും ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെക്കുന്നു, ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ് എല്ലാം നമ്മൾ പിക്ക് ഔട്ട് ചെയ്യുന്നു. ഇനി അതിന് ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഏതാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഇവാലുവേഷൻ നടത്തുന്നു പ്രോഗ്രാമിന്റെ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ആണോ പറഞ്ഞിരിക്കുന്നത്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, ഹോൾ ആൻഡ് മിഡ്ലെ സജസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ്. ഇതൊരു ടഫ് ലെവൽ കുറച്ച് അത്യാവശ്യമുള്ള ഒരു ചോദ്യമാണ്. വളരെ എന്താ പറയാ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയണം എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ ഒരു ഇലുമിനേഷൻ ഒന്നും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതല്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിയാൽ 3 അപ്രോച്ചസ് ഇവർ ആക്ച്വലി സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ 3 തന്നെയാണ് വരുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റ്, അതേപോലെ എന്റർപ്രൈസ്, പോപ്പുലിസ്റ്റ് അപ്രോച്ച് എന്നുള്ള രീതി വന്നാണ്. കുറെ പേർക്ക് കൺഫ്യൂസിങ് ഒക്കെ ആയ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാം കഴിഞ്ഞ സമയത്തൊക്കെ. കാരണം അത്ര നമ്മൾ പഠിക്കുന്നതായിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വരുന്ന ഒരു ചോദ്യമല്ല, കുറെ അധികം ഡിസ്കഷൻസ് വരുന്ന ഒരു ചോദ്യം ഒന്നല്ല. എന്നാൽ പോലും എന്താണ് അങ്ങനെ ഒരു 3 ഇത് അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി വെക്കും. 3 അപ്രോച്ച് അവർ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ റെസിപ്രോക്കൽ അപ്രോച്ച് എന്നുള്ള ആ ഒരു സാധനം അറിയില്ല, കുറെ പേർക്ക് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. റെസിപ്രോക്കൽ അപ്രോച്ച് ഇതല്ല അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്റ്റഡ് അല്ല എന്നറിയുന്ന കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ ബാക്കി 3 ഇവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് കുത്താൻ പറ്റാത്തവരുണ്ടായിരുന്നു. ഇത് ആക്ച്വലി 3 അവർ ചെയ്തിട്ടുള്ളതാണ്, സ്റ്റാറ്റിസ്റ്റ്, എന്റർപ്രൈസ്, പോപ്പുലിസ്റ്റ്. ഇത് മൂന്നും ഹാൾ ആൻഡ് മിഡ്ലയുടെ വരുന്നതാണ് കേട്ടോ. ഓക്കെ, സോ ABC അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? കാരണം ഡി ഇവരുടെ എല്ലാം എല്ലാവർക്കും അറിയുമായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം പറ്റിയ, ഡി എലിമിനേറ്റ് ചെയ്താൽ പോലും ബാക്കി 3 ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം ടഫുള്ള ഒരു ചോദ്യമായിരുന്നു അതുണ്ടായിരുന്നത്. ഓക്കെ, സോ ABC ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ശരി, അടുത്ത ചോദിക്കേ, അറേഞ്ച് ഇൻ പ്രോപ്പർ ഓർഡർ ദ ഡെവലപ്മെന്റൽ സീക്വൻസ് ഓഫ് ഫേസസ് ഇൻ സ്മോൾ ഗ്രൂപ്പ് ആസ് പ്രൊപ്പോസ്ഡ് ബൈ ബ്രൂസ് ഡബ്ല്യു ടെക്മാൻ. ഇതിന്റെ ഒരു ഇതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ഗ്രൂപ്പ് വർക്കിന്റെ സ്റ്റെപ്സ് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് പഠിക്കുന്നത്, നമ്മൾ ഫോമിംഗ്, നോമിംഗ്, സ്റ്റോമിംഗ് സാധനങ്ങൾ പഠിക്കുന്നില്ലേ. ഫോമിംഗ് ഉണ്ടാവുന്നു, സ്റ്റോമിംഗ് ഉണ്ടാവുന്നു, നോമിംഗ് ഉണ്ടാവുന്നു, പെർഫോമിംഗ് ഉണ്ടാവുന്നു, അഡ്ജേണിംഗ് ഉണ്ടാവുന്നു. ഈ സ്റ്റെപ്പുകൾ ആ സ്റ്റെപ്പുകൾ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ സ്മോൾ ഗ്രൂപ്പ് എന്നുള്ള ഒരു കീവേഡ് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഡൗട്ടായി, ഇത് ഫോമിങ്ങും സ്റ്റോമിങ്ങും നല്ല വരുന്നത്, ഇത് വേറെ എന്തൊക്കെയാണല്ലോ വരുന്നത്. പക്ഷെ ആ ഒരു ഓരോ സ്റ്റെപ്പിലും എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫോമിങ്ങിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഫോമിങ്ങിലാണ് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോമിങ്ങിൽ നടക്കുക. സ്റ്റോമിങ്ങിൽ എന്താ നടക്കുന്നത് ആ ഒരു സംഭവം നിങ്ങൾ ചിന്തിച്ചു. സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താ, കൊടുങ്കാറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല, സ്റ്റോം. അതായത് അപ്പോഴാണ് അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, പുതിയൊരു ഗ്രൂപ്പിലേക്ക് വരുന്നു, കച്ചറയാവുന്നു, ഒക്കെ ഈ ഒരു സ്റ്റോമിങ് സ്റ്റേജിലുള്ള സ്റ്റോം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോം സർജ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഒരു കൊടുങ്കാറ്റ് വീശുന്നു എന്നുള്ള സംഭവം അവിടെ നടക്കുന്നത്. കാരണം എന്താ, അവിടെയാണ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നോമിങ് ഉണ്ടാവുന്നത്. നോമിങ്ങിൽ എന്താ സംഭവിക്കുന്നത്, ഓക്കെ, ഗ്രൂപ്പ് ഒന്ന് ശാന്തമായി തുടങ്ങുന്നു, ഗ്രൂപ്പിന്റെ ഒരു സ്റ്റേബിൾ ഫേസിൽ എത്തുന്ന അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, അതായത് കോൺഫ്ലിക്റ്റുകളൊക്കെ ഒന്ന് തണുത്ത് ഒന്ന് ഇതാവുന്നത് ആ ഒരു സ്റ്റേജിലാണ്. നോം ചെയ്യുന്നു, ഗ്രൂപ്പ്സിന്റെ എല്ലാവരും ചേർന്ന് ഗ്രൂപ്പിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നു. അത് കഴിഞ്ഞാൽ പെർഫോമിംഗ് നടക്കുന്നു, ഗ്രൂപ്പിന്റെ ആ ഒരു പെർഫോമേറ്റീവ് ഫേസ് ആ സമയത്താണ് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് അഡ്ജന്റ് ഗ്രൂപ്പ് പിരിക്കുക എന്നുള്ള സംഭവം വരുന്നത് അല്ലെ. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കുക. ഇനി നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ആദ്യം തന്നെ ഗ്രൂപ്പ് കൊഹിഷൻ ഉണ്ടാവും, ഗ്രൂപ്പിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും, ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സി എന്ന് തുടങ്ങാനുള്ള ചാൻസ് കുറവാണ്. ഫങ്ഷണൽ റോൾ റിലേറ്റഡ്നെസ് സാധ്യത ഉണ്ടാവുമോ, അതായത് ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ, അതും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇനി ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്പെൻഡൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ, അതിന് കുറച്ച് ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്ട് എന്തായാലും രണ്ടാമത്തെ ഫേസേ ഉള്ളൂ. സോ ഏറ്റവും ആദ്യം എന്താ വരുന്നത്, ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്പെൻഡൻസ് ആണ് വരുന്നത്. ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്പെൻഡൻസ് നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുണ്ടാവുന്നു, സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ അടി തുടങ്ങുന്നു. അടി തുടങ്ങി കഴിഞ്ഞിട്ട് എന്തുണ്ടാവും, ഡെവലപ്മെന്റ് ഓഫ് പതുക്കെ പതുക്കെ ഗ്രൂപ്പ് പിന്നെ ഒരു കൊഹിഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു സിങ്ക് ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ഫേസിലാണ്. പിന്നെ ഫങ്ഷണൽ റോൾ റിലേറ്റഡ്നെസ് ഉണ്ടാവുന്നു. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ഇതിന്റെ കറക്റ്റ് സ്റ്റെപ്പ് വരുന്നത്. എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം കേട്ടോ. സോ നോക്കിയാൽ എങ്ങനെ സ്റ്റെപ്പ് വരുന്നത്, BDCA അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ, തേർഡ് ഓപ്ഷൻ കിടക്കുന്നു, BDCA. അതാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നോക്കിയേ, നിങ്ങൾക്ക് ആ ഒരു ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോമിംഗ് ഫേസിലാണ് എന്ത് വരുന്നത്, ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്പെൻഡൻസ്. ഇത് ഇങ്ങനെ തന്നെ ആക്ച്വലി നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. ഞാൻ നിങ്ങൾ ചുമ്മാ ഇത് കഴിഞ്ഞിട്ട് എത്ര പേര് സെർച്ച് ചെയ്തു എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ആക്ച്വലി ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ
ചുമ്മാ എൻ ടി എയുടെ കുറച്ച് ടേംസ് യൂസ് ചെയ്തല്ല ടെസ്റ്റിംഗ് ആൻഡ് ഡിപെൻഡൻസ് ഒന്നും ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ടോ, പക്ഷെ ആക്ച്വലി ആ കീവേഡ്സ് ഈ ഫയലിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫയൽ ആക്ച്വലി അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ആ ഒരു ഏരിയ വായിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് വർക്ക് കുറച്ചും കൂടെ റീഡിങ് ചെയ്തിട്ടുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, ഫോമിങ്ങിലായിരിക്കും ടെസ്റ്റിംഗ് ആൻഡ് ഡിപെൻഡൻസ് വരുന്നത്, സ്റ്റോമിങ്ങിലാണ് ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് വരുന്നത്, നോമിങ്ങിലാണ് കുറച്ചും കൂടെ അവരുടെ കൊഹിസീനസ്, കണ്ടോ ഗ്രൂപ്പ് കൊഹിസീനസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത് പറയുന്നുണ്ടായിരുന്നു, അവരുടെ റോൾ അല്ലെങ്കിൽ റോൾ റിലേറ്റഡ്നെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്, കണ്ടോ റോൾസ് ബിക്കം ഫ്ലെക്സിബിൾ ആൻഡ് ഫങ്ഷണൽ, ഈ ഒരു സംഭവമൊക്കെ വരുന്നത് ഏറ്റവും ലാസ്റ്റ് ഫേസിലാണ് അല്ലെങ്കിൽ ഒരു പെർഫോമിംഗ് സ്റ്റേറ്റിലാണ് വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇത് ആക്ച്വലി ഈ ഓരോ പ്രോസസ്സിൽ ഇതാണ് നടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താണ് ഇതിന് ഉത്തരം കിട്ടി. നമ്മൾ ആ ഫോമിംഗ് നോമിങ്ങിന് പുറത്ത് അല്ലെങ്കിൽ ഫോമിംഗ് സ്റ്റോമിംഗ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന് പുറത്ത് വന്നിട്ട് ഇത് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഉത്തരത്തിൽ സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റുമായിരുന്നു. ഓക്കെ, ശരി. അടുത്ത ചോദിച്ചേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ആൻ എക്സാമ്പിൾ ടു ത്രെഡ്സ് ടു എക്സ്റ്റേണൽ വെലിഡിറ്റി ഇൻ റിസർച്ച്. വെലിഡിറ്റി ആയിട്ട് കണക്റ്റഡ്. എക്സ്റ്റേണൽ വെലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റിസർച്ചിന്റെ ഫൈൻഡിങ്സ് കുറച്ചും കൂടെ ഒരു ജനറൽ പോപ്പുലേഷനിൽ നമുക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്റേണൽ വെലിഡിറ്റി ഉണ്ട്. എന്താ ഇന്റേണൽ വെലിഡിറ്റിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും, ഇന്റേണൽ വെലിഡിറ്റി കുറച്ചും കൂടെ എന്താ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിന്റെ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എത്രത്തോളം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലെ. എല്ലാവരും എക്സ്റ്റേണൽ വെലിഡിറ്റി ആയിട്ട് പഠിക്കുന്നുണ്ടാവില്ല, കുറച്ചും കൂടെ എല്ലാവർക്കും അറിയുന്ന ഇന്റേണൽ വെലിഡിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷെ അത് അറിയുമെങ്കിലും ഇതിന്റെ ഉത്തരം കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊറാലിറ്റിയും മെച്ചുറേഷനും കുറെയൊക്കെ ഇന്റേണൽ വെലിഡിറ്റിയുടെ ത്രെറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, എക്സ്റ്റേണൽ വെലിഡിറ്റിയുടെ ത്രെറ്റ് ആയിട്ട് പറയുന്നതല്ല. ഇന്റേണൽ വെലിഡിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പോലും ഇതിന്റെ ഉത്തരമായി. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ആൻ എക്സാമ്പിൾ. എക്സ്റ്റേണൽ വെലിഡിറ്റിയുടെ ത്രെറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മൊറാലിറ്റി മെച്ചുറേഷനും ആണ് വരുന്നത്, കാരണം അത് ഇന്റേണൽ വെലിഡിറ്റിയുടെ ത്രെറ്റാണ്. നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ആളുകളുടെ മൊറാലിറ്റി അല്ല, മോർട്ടാലിറ്റി മെച്ചുറേഷനാണ് വരുന്നത്. ആളുകൾ മരിച്ചു പോകുന്നു, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ആളുകൾ ആ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ആവുന്നു. സോ ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ മെച്ചുറേഷൻ സംഭവിക്കുന്നു, എന്താ പറയാ, സമയം കഴിയും തോറും വ്യക്തികളിൽ സ്വാഭാവികമായ ഒരു മെച്ചുറേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഈ സ്വാഭാവികമായ മെച്ചുറേഷൻ സംഭവിക്കുമ്പോൾ ഇവർ ആദ്യം ഒരു 5 വർഷത്തെ ഒരു ടൈം പീരീഡിൽ നമ്മൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, സ്വാഭാവികമായും ആളുകളുടെ മെച്ചുറേഷൻ സംഭവിച്ച ആളുകളുടെ തിങ്കിങ് കപ്പാസിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു മെച്ചുറേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ അഭിപ്രായങ്ങളിലും മാറ്റം വരും. അപ്പോൾ കോസ് ആൻഡ് എഫക്ട് ഇതിനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ തിയററ്റിക്കൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്, നമ്മുടെ ആപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതാണ് അതിൽ പറയുന്നത്, എക്സ്റ്റേണൽ വെലിഡിറ്റിയുടെ ത്രെറ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ മോർട്ടാലിറ്റിയും അതേപോലെ തന്നെ മെച്ചുറേഷനും എക്സ്റ്റേണൽ വെലിഡിറ്റിയുടെ ത്രെറ്റ് അല്ല, അത് ഇന്റേണൽ വെലിഡിറ്റിയുടെ ത്രെറ്റാണ്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അറിയെങ്കിലും ഇത് കിട്ടുമായിരുന്നു നിങ്ങൾക്ക്. സോ എയും സിയും ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, ഇതും സ്റ്റെപ്പുകൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. സെയിം സംഭവം തന്നെ, ആ ഒരു ലോജിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ നേരത്തെ ചിന്തിച്ച അതേ ലോജിക്ക് മതി. ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യുക, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ ഫസ്റ്റ് തന്നെ അത് കഴിഞ്ഞു. അടുത്ത എന്താ ചെയ്യുക, നോക്കിക്കേ, അസസിങ് ദ കോൺസിക്വൻസസ് ഓഫ് ഓൾ ഓപ്ഷൻസ്, അൾട്ടർനേറ്റീവ്സ് ചെക്ക് ചെയ്യുന്നു. നമ്മൾ രണ്ടാമത് അതല്ലേ ചെയ്യാം, ഇതിലുള്ളതിൽ ഇപ്പൊ ഏറ്റവും ചാൻസ് കൂടുതൽ അതിനാ. ഇനി അൾട്ടർനേറ്റീവ്സ് നമ്മൾ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ കോൺസിക്വൻസസ് നോക്കി, എല്ലാ ഓപ്ഷന്റെയും കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് നോക്കി. എന്നിട്ട് എന്താണ്, ഓരോ കോൺസിക്വൻസും നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്യുന്നു. അതായത് ഇതിന് ഇത്ര വാല്യൂ, ഇത്ര കോൺസിക്വൻസ് ഉണ്ടെങ്കിൽ ഇത്ര വാല്യൂ, ഇത്ര കോൺസിക്വൻസ് കുറവാണെങ്കിൽ ഇത്ര കുറവ് വാല്യൂ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ വാല്യൂസ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം ഏറ്റവും വാല്യൂ കൂടിയാൽ എന്താ, കോൺസിക്വൻസസ് ഏറ്റവും കൂടുതലായിരിക്കും, വാല്യൂ കുറവുള്ളതിന് കോൺസിക്വൻസ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂസ് കൊടുക്കുന്നു കോൺസിക്വൻസസ്. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യും, ചൂസിങ് ദ പ്രിഫേർഡ് ഓപ്ഷൻ. അതിൽ കോൺസിക്വൻസ് ഏതിനാണോ ഇതാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റബിൾ ആയിട്ടുള്ള സാധനം എന്താണോ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത് ചൂസിങ് എപ്പോഴും അവസാനമായിരിക്കും കേട്ടോ, നിങ്ങളത് മനസ്സിലാക്കുക. ഡിസിഷൻ മെയ്ഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്തു എന്ന് പറയുന്നത് ഏറ്റവും അവസാനം. ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെ ഇത് വരുന്നുണ്ടായിരിക്കുക, എ വരുന്നുണ്ടായിരിക്കും, ഡി വരുന്നുണ്ടായിരിക്കും, സി ബി, എ ഡി സി ബി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ ഇതേ കിടക്കും, ലാസ്റ്റ് ഓപ്ഷൻ എ ഡി സി ബി ആണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചിന്തിക്കുക, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കൺസെപ്റ്റ് അറിയുമെങ്കിൽ മാത്രമല്ല നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിലും നിങ്ങൾക്ക് കുറെയൊക്കെ ആ ഒരു ബേസിക് നോളജ് വെച്ചിട്ടും അതേപോലെ നിങ്ങളുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് അപ്പോഴത്തെ ആ ഒരു സമയത്ത് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ എന്റെ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എല്ലാം പഠിച്ചു വന്ന് എല്ലാം പഠിച്ച് ഉത്തരം എഴുതണം എന്നുള്ളതിനപ്പുറം കുറെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു സംഭവം കണക്റ്റഡ് ആണോ എന്നുള്ളതും കൂടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ശരി. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.